എല്ലാവർക്കും നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ഈ ദൃശ്യവിരുന്നുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഓരോ തവണയും വളരെ വിശേഷങ്ങളേറെയുള്ള കണ്ണാടി കാഴ്ചകളുമായാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നാട്ടിൻപുറം എത്തുന്നത്. ഇത്തവണയും വളരെ പ്രത്യേകതയുള്ള ഒരു ദൃശ്യവിരുന്നുമായാണ് ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത്. വടക്കാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഏറ്റവും നല്ല വിദ്യാലയത്തിനുള്ള അവാർഡ് വാങ്ങിയ ഏറ്റവും മികച്ച ഒരു സ്കൂൾ എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് പറയാവുന്ന ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളിലേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ ദൃശ്യവിരുന്നുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വളരെ പ്രത്യേകതകളേറെയുള്ള ഒരു സ്കൂളാണ് ഈ ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂൾ. നമ്മുടെ പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തളർന്നുകൊണ്ടിരിക്കുകയാണെന്നും വളരെ കൂടുതലായി കുട്ടികൾ അവിടെ നിന്നും കൊഴിഞ്ഞു പോവുകയാണെന്നുമുള്ള അപഖ്യാതി കൊണ്ട് നമുക്ക് നിൽക്കാൻ വയ്യാത്ത ഒരു പരിതസ്ഥിതിയിലാണ് നമ്മൾ എല്ലാവരും എത്തി നിൽക്കുന്നത്. എന്നാൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ വർഷം ചേർന്നത് ഈ LP സ്കൂളിലാണ്. ഇവിടുത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ പാർക്കുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ സംവിധാനങ്ങൾ വളരെ മികച്ചതാണ്. അതുപോലെ PTA-യുടെയും രക്ഷകർത്താക്കളുടെയും ടീച്ചർമാരുടെയും ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായി പഠന പ്രവർത്തനങ്ങളും വളരെ തൃപ്തികരമായ രീതിയിൽ പോകുന്ന ഒരു സ്കൂളാണിത്. നമുക്കിതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം, നമുക്കും തിരിച്ചറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കുട്ടികൾ പഠിക്കുന്നിടത്ത് നമ്മൾ എത്രത്തോളം അവിടെ ചെന്ന് അവരുമായി ഇടപെടുന്നുണ്ടെന്നും അതിൽ നമുക്ക് എത്രത്തോളം പങ്കാളിത്തമുണ്ട് എന്നും ഇത് കാണുന്ന ഓരോരുത്തരും ചിന്തിക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് സവിനയം സമർപ്പിക്കുകയാണ്. വരച്ച വരകളിലൊന്നുമൊതുങ്ങാതെ അക്ഷരങ്ങൾ പിണങ്ങി, അക്ഷരങ്ങളിൽ അർത്ഥം ചാലിച്ച് ഒരു പുതിയ ചായക്കൂട്ട്, ഒരു പുതിയ ചായക്കൂട്ട്, ഒരു പുതിയ ചായക്കൂട്ട്, ഒരു പുതിയ ചായക്കൂട്ട്, ചായക്കൂട്ട്. വരച്ച വരകളിലൊന്നും ഒതുങ്ങാതെ അക്ഷരങ്ങൾ പിണങ്ങി, ആദ്യമായി തന്നെ നമുക്ക് ഇതിലെ ഹെഡ്മിസ്ട്രസ്സായ പ്രസന്ന ടീച്ചറെ പരിചയപ്പെടാം. അപ്പോൾ പ്രസന്ന ടീച്ചർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കുക മാത്രമല്ല, പ്രസന്ന ടീച്ചർക്ക് പറയാനുള്ളത് വളരെ നല്ല കാര്യവും. എന്താ വെച്ചാൽ വളരെ നന്നായി നടക്കുന്ന ഒരു പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത് വിരലിൽ എണ്ണാവുന്ന ഒരു തരത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായ പ്രസന്ന ടീച്ചറെ ഞാൻ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വിദ്യാഭ്യാസ സബ് ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളിനുള്ള ഒരു അവാർഡ് കിട്ടിയ സ്കൂളാണിത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം എന്താ?
രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിജയത്തിന്റെ പിന്നിലെ ഒരു രഹസ്യം എന്താണ്? അതാണ് ഞാൻ എന്റെ ചോദ്യം. വിജയത്തിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ PTA തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അധ്യാപകർ. 2007-8 വർഷം മുതൽ തന്നെ നമ്മുടെ 1-ാം ക്ലാസ്സിലെ പ്രവേശനം ജില്ലയിലെ തന്നെ ഒന്നാമത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീടുള്ള ഓരോ വർഷത്തിലും കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പ്രധാന കാരണം നമ്മുടെ സ്കൂളിലെ ഭൗതിക സൗകര്യങ്ങൾ, അതുപോലെ തന്നെ PTA-യുടെ കൂട്ടായ്മ, ഇതൊക്കെ തന്നെയാണ്. അതിലുപരി നമ്മുടെ അധ്യാപകർ വളരെ നല്ല രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ മാസങ്ങളിലും പ്രത്യേകിച്ച് 1-ാം ക്ലാസ്സിൻ്റെ ക്ലാസ് PTA കൂടുകയും രക്ഷിതാക്കളെ ബോധവാന്മാരാക്കുകയും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭൗതിക സാഹചര്യം എന്ന് പറയുന്നത് മറ്റ് ഗവൺമെൻറ് സ്കൂളുകളെ എയ്ഡഡ് സ്കൂളുകളെയും അപേക്ഷിച്ച് ഒരു നല്ല ഭൗതിക സൗകര്യമുണ്ട്. അതിന് സഹായിച്ചിട്ടുള്ളത് പഴയന്നൂർ BRC തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സിവിൽ വർക്കുകളെല്ലാം തന്നെ നമ്മൾ PTA-യും ഞാനുൾപ്പെടെ ഏറ്റെടുക്കുകയും അത് നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. കുടിവെള്ള സൗകര്യമായാലും എല്ലാ ക്ലാസ്സുകളിലും ഇലക്ട്രിഫിക്കേഷൻ, കുട്ടികൾക്ക് ഫാന്, അതുപോലെ കുടിവെള്ള സൗകര്യം, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു പാർക്ക്, അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട സ്കൂൾ എന്ന നിലയ്ക്ക് പഞ്ചായത്ത് മുൻകൈ എടുത്താണ് ഈ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രീ പ്രൈമറി 2007-ലാണ് നമ്മൾ പ്രീ പ്രൈമറി തുടങ്ങിയത്. ഒരു ഡിവിഷനായിട്ട് തുടങ്ങി, അതിപ്പം 212 കുട്ടികളിൽ എത്തി നിൽക്കുകയാണ്. 2 LKG-യും 2 UKG-യും. പിന്നെ നമുക്ക് ഇങ്ങനെ വാഹന സൗകര്യം അതൊക്കെ മറ്റേ സാധാരണ സ്കൂളിലുള്ള പോലെ തന്നെ ഉണ്ട്. അപ്പൊ അതിനുള്ള നമുക്ക് ഈ സാമ്പത്തിക സ്ഥിതി അതൊക്കെ എവിടെ നിന്നാണ് നമ്മൾ തുടക്കം കുറിച്ചത്? ഒരു വണ്ടി കോൺട്രാക്ട് എടുത്തുകൊണ്ട് PTA തുടക്കം കുറിച്ചു. പിന്നെ നമ്മൾ PTA-യുടെ നിരന്തര ശ്രമം, പഞ്ചായത്തിന്റെ പ്രതിനിധികളുടെ ശ്രമഫലമായി MLA സമീപിക്കുകയും അങ്ങനെ MLA-യുടെ ഫണ്ടിൽ നിന്നാണ് നമുക്ക് ഈ വർഷം ഒരു മിനി ബസ് അനുവദിച്ചത്. അത് ബസ് മാത്രമാണ് MLA-യുടെ വകയായി ലഭിച്ചിട്ടുള്ളൂ എന്നതൊരു വിഷമകരമാണ്. എന്നിരുന്നാലും നമ്മൾ കുട്ടികളിൽ നിന്നൊരു ചെറിയ ചാർജ് ഈടാക്കുന്നുണ്ട്. ഡീസലിന്റെ അങ്ങനെ ചെറിയ കൊടുക്കാനും അതുപോലെ തന്നെ ഡീസലിന്റെ ചെലവും മാത്രം ചെറിയൊരു തുക ഈടാക്കുന്നുണ്ട്. അത് കുട്ടികൾ വലിയ തെറ്റില്ലാതെ തരുന്നത് കൊണ്ട് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ബാക്കിയുള്ള സ്കൂളുകളിൽ നിന്നും പഠന പ്രവർത്തനങ്ങളിൽ ഇന്ന മേന്മയുണ്ട്, അതിനെപ്പറ്റി എന്തെങ്കിലും ടീച്ചർക്ക് പറയാനുണ്ടെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം നമ്മളിപ്പോൾ 1-ാം ക്ലാസ് തന്നെ എടുത്താൽ ഇപ്പം അതിലൊരു 108 കുട്ടികളാണുള്ളത്. എല്ലാവരും ഇംഗ്ലീഷ് സംസ്കാരത്തോട് കൂടുതൽ ജാഗ്രത പുലർത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ 2 ക്ലാസ്സുകൾ ഇംഗ്ലീഷ് മീഡിയമാണ്. അതിലൊരു 72 കുട്ടിയാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കും ഒരേ പഠന പ്രവർത്തനങ്ങളാണ് കൊടുക്കുന്നത്. എങ്കിലും മലയാളം മീഡിയംകാരാണ് കുറച്ചുകൂടി മെച്ചമായിട്ട് എനിക്ക് തോന്നിയിട്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് BRC-കളിൽ നിന്ന് കിട്ടുന്ന വർക്ക്ഷീറ്റുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളം മീഡിയത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകി ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം പിന്നാക്കം പോയെന്നല്ല, എന്നാലും കുറച്ചുകൂടി നമ്മളത് മുന്നാക്കം വരേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം MPTA കൂടുകയും മുഴുവൻ രക്ഷിതാക്കളെ വിളിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മൊത്തം വിളിക്കാതെ തന്നെ ഓരോ ക്ലാസ് ടീച്ചർമാരും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് PTA വിളിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ പോലും അറിയാതെയാണ് അത് നടന്നത്. അത് ഞാനൊരു കുറ്റമായിട്ട് പറയല്ല. അത്രത്തോളം ടീച്ചേഴ്സ് അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ മുൻകൈ എടുക്കുന്നു, അവർക്ക് അത്രത്തോളം താല്പര്യപൂർവ്വം മുന്നിലേക്ക് വരുന്നു. പിന്നെ നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ലാബാണുള്ളത്. അതിൽ ശരിക്കും ഇപ്പോൾ IT പഠനം നന്നായി നടക്കുന്നുണ്ട്. മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇപ്പോൾ പുസ്തകമൊക്കെ വന്നതോട് കൂടിയിട്ട് കുട്ടികളെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുത്തി ഓരോ ക്ലാസ്സിൽ നിന്നും 10 ഗ്രൂപ്പായിട്ട് തിരിച്ച് അവർ ആ മൗസ് പിടിക്കാനും ചിത്രം വരയാനും പെയിന്റ് അടിക്കാനും അവിടം വരെ എത്തിച്ചിട്ടുണ്ട്. 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ്സുകാർ കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. വീട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ കുറേയൊക്കെ സ്വയം ചെയ്യുന്നുണ്ട്. അതിനും മുൻകൈ എടുക്കുന്നത് PTA ഒരു കമ്പ്യൂട്ടർ ടീച്ചറെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിപ്പോൾ ടീച്ചർക്ക് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ കൂടി നടപ്പാക്കാം, അത് നടപ്പാക്കിയാൽ ഒന്നും കൂടി നന്നാവും, അങ്ങനെ വല്ലതും
ഒരു ഒരുപാട് ഉദ്ദേശമുണ്ട്? സ്വപ്നങ്ങളുണ്ട് പോകുന്നതിന് മുമ്പ് ചെയ്തു തീർക്കാനായിട്ട്. അല്ല, നമുക്കൊരു സ്വപ്നം ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം സ്വപ്നം ഉണ്ടായാൽ അവിടുന്നാണ് നമ്മുടെ വർക്ക് തുടങ്ങുന്നത്. ഒരു സ്വപ്നം ഇല്ലാത്തവർക്ക് ഒരു വർക്കും ഇല്ല. ഇപ്പൊ പറഞ്ഞാൽ ഈ പാർക്ക് തന്നെ എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞാൻ ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. പക്ഷെ നമ്മൾ മുൻകൈ എടുത്ത് പ്രോജക്റ്റ് തയ്യാറാക്കി പഞ്ചായത്തിൽ കൊടുക്കുകയും അതിന് മുഴുവനായിട്ടില്ല, ഇനിയും ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ പഠന രീതി നല്ലതാണ്, കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മുഴുവൻ കുട്ടികൾക്കും 4ാം ക്ലാസ് കഴിഞ്ഞു പോകുമ്പോഴേക്കും മുഴുവൻ കുട്ടികൾക്കും വായിക്കാനും എഴുതാനും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊരു ഇംഗ്ലീഷിലും ഒക്കെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്തെങ്കിലും അവർക്കൊന്ന് പറയാൻ എല്ലാവരെയും അതിന് സാധിക്കണം എന്നാണ് വലിയൊരു സ്വപ്നം. അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു പഠന വീട് പദ്ധതിയുണ്ട്. SSA നടപ്പാക്കുന്നതാണെങ്കിൽ കൂടിയും നമ്മൾ ഹൈസ്കൂളിലെ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി ഇപ്പൊ 42 കുട്ടികൾക്ക് പ്രത്യേക കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കും വൈകുന്നേരങ്ങളിൽ. അതില് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് എന്താണെങ്കിൽ കുറച്ച് കുട്ടികൾ കുറച്ച് ദിവസം വന്നാൽ അടുത്ത ദിവസം കുറച്ച് പേര് വരില്ല. അപ്പോ ആ സമയം മുഴുവനും ഞാനും ആ അധ്യാപകന്റെ ഒപ്പം ഇരിക്കുകയാണ്. ഇപ്പോ നമ്മളിരിക്കുമ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ ഇരിക്കും. ഇവർക്കൊരു ലഘുഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിന് നമ്മളിപ്പോ ഇവിടത്തെ അധ്യാപകര് തന്നെ ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ 500 രൂപ വീതം തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾക്കൊരു ലഘുഭക്ഷണം ഇപ്പൊ വൈകുന്നേരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുഴുവൻ കുട്ടികളെയും നല്ല നിലയിലേക്ക് 5ാം ക്ലാസ്സിലേക്ക് വിടണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അത് നടക്കാൻ നമ്മുടെ അധ്യാപകരുടെ കൂട്ടായ്മയുണ്ട്, അതോടൊപ്പം PTA സഹകരണമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ വരേണ്യവർഗത്തിന് മാത്രം അവകാശപ്പെട്ടിരുന്ന ഒരു പ്രത്യേകതരം ഹൈ ക്ലാസ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവിടെ സാധാരണക്കാരന്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് ലഭിക്കുകയാണ്. അത് ലഭിക്കണം എന്നുള്ളൊരു സ്വപ്നത്തോടുകൂടി ഒരു ടീച്ചർ, ഇവിടുത്തെ ഒരു അധ്യാപികയായ അല്ലെങ്കിൽ പ്രധാന അധ്യാപികയായ ഒരു ടീച്ചർ ഒരു മാതൃസഹജമായ വാത്സല്യത്തോടുകൂടി ഇതിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം, നിങ്ങളുടെ ശ്രദ്ധയുണ്ടാവണം, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന കൂടി ഉണ്ടാവണം. നമുക്ക് മറ്റു ദൃശ്യങ്ങളിലേക്ക്, ഈ സ്കൂളിലെ വളരെ പ്രത്യേകമായ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ടീച്ചർ, എന്താണ് ടീച്ചറുടെ പേര്? ശ്രീദേവി. എത്ര കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ വർക്ക് ചെയ്യുന്നത് 9 കൊല്ലം. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ ഈ സ്കൂളിന്റെ വിജയത്തില് നമുക്ക് PTA ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന്, അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ടീച്ചറുടെ ഭാഗത്തുനിന്ന്, അതുപോലെ നമ്മുടെ അധികാരികളുണ്ടല്ലോ, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ലോക്കൽ പഞ്ചായത്ത്, അപ്പൊ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് എത്രത്തോളം നമുക്ക് സപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്? ടീച്ചേഴ്സിന്റെ ഭാഗത്ത് വെച്ചാൽ അധികം കുറെ പേര് ലോക്കലായിട്ടുള്ള ടീച്ചേഴ്സാണ്. വളരെ 1-2 പേര് മാത്രമേ അകലേന്ന് വരുന്നുള്ളൂ. അപ്പൊ നമുക്കിങ്ങനെ എപ്പോഴും ട്രാൻസ്ഫർ പോയി വന്നു അങ്ങനെ സ്റ്റാഫില്ലാത്ത പ്രശ്നം അങ്ങനെയുള്ള ഒരു ഇത് വരുന്നില്ല. HMഉം ടീച്ചേഴ്സും തമ്മിൽ ഭയങ്കര കോപ്പറേഷൻ ആയിട്ടാണ് ഇവിടുന്ന് പോണത്. അതുകൊണ്ട് നമുക്ക് ഏത് പ്രോജക്ട്, എന്ത് പദ്ധതി എടുക്കുകയാണെങ്കിലും അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ടീച്ചേഴ്സിന്റെ ധൈര്യമുണ്ട്. ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള പോക്കാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ PTA ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അക്കാദമിക് ഉള്ള കാര്യങ്ങളിലും മറ്റുള്ള ഭൗതിക കാര്യങ്ങളിലും ഒക്കെ ഫുൾ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയതിന് ശേഷം വളരെയധികം കുട്ടികളുടെ ധാരാളം കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഓരോ ഡിവിഷനിലും 50-51 കുട്ടികൾ വീതം വരുന്നുണ്ട്. സ്റ്റാഫിന്റെ കമ്മിയാണ് ഇപ്പൊ. പിന്നീട് ഇപ്പൊ അടുത്ത് 1-2 കൊല്ലമായിട്ട് സ്റ്റാഫ് ഫിക്സേഷൻ നടക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. കാരണം ഓരോ ക്ലാസ്സിലും വളരെയധികം സ്ട്രെങ്ത് കൂടുതലാണെന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും മറ്റുള്ള സ്കൂളുകളെ അപേക്ഷിച്ചിട്ട് അക്കാദമിക് പ്രവർത്തനങ്ങളിലും മറ്റു ഇതര പ്രവർത്തനങ്ങളിലും എല്ലാം സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കലാമേളകളിലും ഒക്കെ ഞങ്ങൾക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് വളരെയധികം സാധിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ശരി.
ടീച്ചറുടെ പേര് എന്താണ്? എന്റെ പേര് ബീന. ബീന. എത്ര കാലമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്? 10 വർഷമായി. ഏത് ക്ലാസ്സിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്? ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. അതിലിങ്ങനെ എന്ന വിഷയം ഉണ്ടോ? അങ്ങനെയില്ല, ഇംഗ്ലീഷ് മീഡിയമാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഉദ്ഗ്രഥിത രീതിയാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ 1ലും 2ലും SSA നടപ്പാക്കിയിരിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയമാണ് എടുക്കുന്നത്. കൂടുതലും ഞാൻ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ് ഫുൾ പഠിച്ചത് എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി എനിക്ക് എളുപ്പമാണ്. അപ്പൊ കുട്ടികളുടെ തന്നെ ഒരു ഭാഷാ പഠനത്തിൽ ഇംഗ്ലീഷും മലയാളം പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളുണ്ട്? എന്നുവെച്ചാൽ മലയാളം പഠിപ്പിക്കുന്ന ഒരാൾ ഭാഷാ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്കല്ല ഇംഗ്ലീഷ് വരുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ടീച്ചറുടെ അഭിപ്രായം? മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. ഒരുപാട് കേട്ട് അവർക്ക് പരിചയമുള്ളതാണ്. മലയാളം പഠിപ്പിക്കാൻ കുട്ടികൾക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഇംഗ്ലീഷ് എത്രയായാലും അതൊരു ഫോറിൻ ലാംഗ്വേജ് ആണ്. അവർക്ക് അതുമായി ഇടപഴകാനുള്ള ഒരവസരവും ലഭിക്കാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷ് അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കാത്തത്. അപ്പൊ അതിനുള്ള സ്പെഷ്യൽ വല്ല ഒക്കേഷൻസും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? ഇംഗ്ലീഷ് അവർക്ക് കേൾക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വല്ല CD അതുപോലെ LCD പ്രൊജക്ടർ വെച്ച് നമുക്ക് ധാരാളം കൊച്ചു കുട്ടികൾക്ക് ഉതകുന്ന പഠനത്തിന് ഉതകുന്ന ധാരാളം CD-കൾ ലഭ്യമാണ്. SSA നിന്നും ധാരാളം കിട്ടിയിട്ടുണ്ട്. മറ്റ് നമ്മൾ ടീച്ചർമാരും അവരവരുടെ കയ്യിലുള്ളത് കൊണ്ടുവരും, കുട്ടികളും അവർ വാങ്ങുന്നത് കൊണ്ടുവരും. അവയ്ക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ റൂമിൽ സ്പെഷ്യലായിട്ട് അവർക്ക് അതിനുള്ള ക്ലാസ് നൽകാറുണ്ട്. ഇംഗ്ലീഷ് കൂടുതലായി അവർ അഭിമുഖീകരിച്ച് കേൾക്കാനും ഒക്കെയുള്ള അവസരം അവർക്ക് നൽകാറുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പഠനങ്ങളെ കുറിച്ച് ടീച്ചർക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഏതാ ഇംഗ്ലീഷ് മീഡിയം? ഇംഗ്ലീഷ് മീഡിയം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളിൽ ഈ ഒരു ഫോറിൻ ലാംഗ്വേജ് ധാരാളമായി ഡെവലപ്പ് ചെയ്ത് വരിക എന്നത് തന്നെയാണ്. അവര് അറിയുന്ന സാഹചര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ അവരുടെ ഭാഷ തന്നെയാണ് കൂടുതൽ അവർക്ക് നല്ലത്. പക്ഷെ മറ്റൊരു ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. ധാരാളം എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷിലൂടെ വരുമ്പോൾ വളരെ വേഗത്തിൽ അത് കുട്ടികളിൽ അതിന് സഹായിക്കും. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളിന്റെ ഓരോ ക്ലാസ് റൂമിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജായ ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ഇൻഫർമേഷൻ ടെക്നോളജിയായ IT അതുപോലത്തെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുമാണ് ഈ സ്കൂളിലെ കാര്യങ്ങൾ മുന്നിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് ഇനി പേടിക്കാനില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരത്തിലുള്ള ഒരു വരേണ്യവർഗത്തിന് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു സ്കൂളാണിത്. അങ്ങനത്തെ ഒരു സ്കൂളിന്റെ മറ്റു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം. നല്ല വിദ്യാലയത്തിനുള്ള സബ് ജില്ലാ അവാർഡ് ലഭിച്ച ഈ സ്കൂളിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ BRCയിലെ അംഗവും CRC കോർഡിനേറ്ററുമായ ലവ്ജിത്ത് സാറ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇത് ഒരു ശിശു സൗഹൃദ വിദ്യാലയമാണ്. ഞാൻ ഈ BRCയിൽ സന്ദർശിച്ചപ്പോൾ ഈ CRCയിൽ എനിക്ക് 6 സ്കൂളുകളാണുള്ളത്. അതിൽ ഏറ്റവും ഒരു നല്ല സ്കൂളായിട്ട് ചെറിയ കുട്ടികൾക്ക് അനുയോജ്യമായ കളിസ്ഥലങ്ങളും എല്ലാം ഉള്ള ഒരു സ്കൂളായിട്ടാണ് ഇത് തോന്നിയത്. ഞാൻ മറ്റ് വിവിധ സ്കൂളുകളിൽ പോകാറുണ്ട്. പക്ഷെ ഇത് അത്രയും കുട്ടികൾക്ക് പറ്റിയ അന്തരീക്ഷമാണുള്ളത്. നല്ല അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ഇവിടെ. പിന്നെ മറ്റുള്ള എല്ലാ ടീച്ചേഴ്സും കുട്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മികവ് പുലർത്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ PTA അതേപോലത്തെ ഉള്ളതിന് BRC മുഖാന്തരം വല്ല ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? PTA പിന്നെ PTA പ്രസിഡന്റ് പിന്നെ മറ്റു അംഗങ്ങൾക്കെല്ലാം BRCയിൽ ട്രെയിനിങ് നടത്താറുണ്ട്. നടത്താറുണ്ട്, കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പൊ സാറിന്റെ ഇതിൽ തന്നെ ഇപ്പോ ഒരു ഇങ്ങനത്തെ ഒരു വിദ്യാലയം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലെ? വിദ്യാലയം ഒന്നല്ല, അതല്ല നമ്മുടെ CRCയിലെ ഈ വിദ്യാലയമാണ്. BRCയിലെ അപ്പോൾ ശരി സാർ.
വിദ്യാലയത്തിലെ SMC ചെയർമാൻ ഇതിന് അവാർഡ് കിട്ടുന്ന ആ കാലയളവിലെ PTA പ്രസിഡന്റുമായ ശ്രീ മണികണ്ഠൻ മാസ്റ്റർ നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ അദ്ദേഹം ആ കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളിലുള്ള മികവുകളെ കുറിച്ച് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് എന്നാണ് നമുക്ക് ചോദിച്ചറിയാനുള്ളത്. ഈ ആദ്യമായിട്ടുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് കഴിഞ്ഞ അധ്യയന വർഷത്തെ സർക്കാർ ആദ്യമായി ഏർപ്പെടുത്തിയ അവാർഡാണ് PTAക്ക് സംസ്ഥാന തലത്തിൽ. അതിൽ വടക്കാഞ്ചേരി സബ് ജില്ലയിലെ ഏറ്റവും മികച്ച PTAക്കുള്ള അവാർഡ് ലഭിച്ച സ്കൂളാണത്. ആ കാലഘട്ടത്തിലെ PTA പ്രസിഡന്റായിരുന്നു ഞാൻ. അപ്പോൾ ആ കാലഘട്ടത്തിലെ PTA പ്രസിഡന്റ് അവാർഡ് ലഭിച്ച സ്കൂളും ആ സ്കൂളിനെ ഇന്റർവ്യൂ ചെയ്യുന്നത് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ തന്നെ PTAയുടെ ജില്ലാ PTAയുടെ മികച്ച അധ്യാപകരുള്ള അവാർഡ് ലഭിച്ച ഉണ്ണിമാഷാണ് എന്നുള്ളത് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഏറ്റവും ആവശ്യം അധ്യാപകൻ, വിദ്യാർത്ഥി, രക്ഷിതാവ് പേരും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് വിജയപ്രദമാവുക. ഒരു PTA പ്രസിഡന്റ് ഒരു PTA കമ്മിറ്റിയോ വിചാരിച്ചുകൊണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ MS സിദ്ദീഖ് PTA പ്രസിഡന്റായിരുന്ന കാലഘട്ടം മുതൽ തുടങ്ങി വെച്ച ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്താൻ തുടർന്നുള്ള എൻ്റെ കമ്മിറ്റിക്കും കഴിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഈ സ്കൂള് വളരെ മനോഹരമായി പെയിന്റിങ്ങിനുള്ള തുക അനുവദിച്ചതും അതുപോലെ തന്നെ പെയിന്റിങ് ചെയ്തതും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, അതുപോലെ കുട്ടികൾക്ക് കുടിക്കാനുള്ള തണുത്ത വെള്ളത്തിന് തണുത്ത വെള്ളം, ചുടുവെള്ളത്തിന് ചുടുവെള്ളം, പിന്നെ ഭക്ഷണത്തിന്റെ രീതി ഇപ്പം നിങ്ങൾ കണ്ടു. ഏറ്റവും മികച്ച ഭക്ഷണം, അത് ഉപ്പേരി, ചോറ്, ഒരു ദിവസം മുട്ടക്കറി, ഒരു ദിവസം സാമ്പാർ, ഒരു ദിവസം മോരുകറി, അങ്ങനെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ, അച്ചാറ്, അങ്ങനെയുള്ള വളരെ നല്ല ഭക്ഷണം കൊടുക്കുകയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു സംഭവവികാസം എന്ന് പറഞ്ഞത് മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് കുട്ടികൾ പോയതിന്റെ ഭാഗമായി സ്കൂളുകളിലെ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായിരുന്നു. അതിനെ തടയിടാൻ കഴിഞ്ഞത് ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ്. കാരണം ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം, പിന്നെ നമ്മുടെ സാധാരണക്കാരൻ്റെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക്, അവര് വലിയ വീട്ടിലെ കുട്ടികൾ വാഹനത്തിൽ കയറി പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ നടന്ന് സ്കൂളിലേക്ക് വരുന്നത് ഒരു 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് കുട്ടികൾക്ക് തന്നെ തോന്നും. അപ്പം ആ രീതി മാറ്റിയെടുക്കാൻ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള യൂണിഫോം കൊണ്ടുവന്നു. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നല്ല യൂണിഫോം, അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡ് എല്ലാ കുട്ടികൾക്കും LKG തലം മുതൽ ഐഡന്റിറ്റി കാർഡ്, അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളിലും നമ്മൾ മാറ്റം വരുത്തിയതിൻ്റെ ശരിക്കും അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് കഴിഞ്ഞ വർഷം ലഭിച്ച അവാർഡ്. ഈ അവാർഡ് കാലത്ത് തന്നെ, അവാർഡ് കാലം കഴിഞ്ഞിട്ട് തന്നെ ഉടനടി താങ്കൾ ഈ PTA പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാനുണ്ടായ സാഹചര്യം എന്താണ്? നമുക്കിതിങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോയി ഇനിയും സ്കൂളിനെ ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരമായിരുന്നില്ലേ? അല്ല, അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി എനിക്ക് സ്ഥിരമായിട്ട് ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഞാൻ PTA പ്രസിഡന്റായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിലൊരു പ്രാവശ്യം, അത് വരാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം കാലത്ത് ടീച്ചർ വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ എത്തി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. PTA പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നമ്മളൊരു PTA പ്രസിഡന്റ് എന്നുള്ളതിലേക്കാണ് ഒരു അധ്യാപകരുടെ കൂടെ നിൽക്കുന്ന ഒരു സഹോദരനെ പോലെ അവരെ കൂടെ നിർത്തിക്കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അത് അതിന് മുമ്പുള്ള PTA പ്രസിഡന്റും അങ്ങനെയായിരുന്നു. അപ്പോ അത്തരമൊരു സാഹചര്യങ്ങളിൽ പറ്റാത്തൊരു സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് സാങ്കേതിക പ്രശ്നങ്ങളും ബാക്കി നമ്മുടെ ജീവിത പ്രശ്നങ്ങളും. പിന്നെ ഞാൻ ഇപ്പോൾ SMC ചെയർമാനാണ്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി നല്ല രീതിയിൽ പോകുന്നു. മാസത്തിലൊരിക്കൽ യോഗം കൂടുന്നു, വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു, പോകുന്നുണ്ട്. ഏകദേശം ഒരു കൃഷി പോലെയാണ് വിദ്യാഭ്യാസവും. കാരണം പാടത്ത് ഒരു കർഷകൻ വിളവിറക്കി, വിത്തിറക്കി, ആ വിത്തിറക്കി കൊയ്യാൻ നേരത്ത് അങ്ങോട്ട് തിരിച്ചു ചെന്നാൽ ഒരുപക്ഷെ കളയും അതുപോലെ വെട്ടുകിളികളും വന്ന് അത് നശിപ്പിച്ചിട്ടുണ്ടാകാം. നേരെ മറിച്ച് ഒരു കർഷകൻ വിത്തിറക്കിയത് മുതൽ ദിവസവും പാടത്ത് പോയി അത് അന്വേഷിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നത് പോലെയാണ് ഒരു വിദ്യാർത്ഥിയെ സ്കൂളിലേക്ക് അയക്കുന്നത്. സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ
നിത്യവും അല്ലെങ്കിൽ പറ്റുമ്പോഴൊക്കെ അവിടുത്തെ അധ്യാപകരെ കാണുകയും അവിടുത്തെ PTA-കാരുമായി ചർച്ച ചെയ്യുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നേറാൻ അല്ലെങ്കിൽ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം. ഏതായാലും നമ്മുടെ പുതിയ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ പറയുന്ന റൂൾ എന്താ വെച്ചാൽ അപ് ടു ദ ഏജ് ഓഫ് 14 ഈച്ച് ആൻഡ് എവരി ചൈൽഡ് മസ്റ്റ് ഗെറ്റ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ്. എന്നുവെച്ചാൽ 14 വയസ്സ് വരെ ഓരോ കുട്ടികൾക്കും നിർബന്ധിതവും അതുപോലെ സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഒരു വിദ്യാഭ്യാസം നൽകിയാൽ പോരാ എന്നുള്ളതും മികച്ച വിദ്യാഭ്യാസം തന്നെ നൽകണം എന്നുള്ളതും ഈ സ്കൂളിന്റെ പ്രത്യേകതയാണ്. അത്തരം സ്കൂളുകൾ ഇനിയും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ അത്തരം സ്കൂളുകളുടെ മേന്മ ഈ ലോകം മുഴുവൻ വ്യാപിക്കുമാറാകട്ടെ. ഇത് കണ്ട് ഇനിയും പല സ്കൂളുകാരും അതുപോലെ തന്നെ പല വിദ്യാഭ്യാസ പ്രവർത്തകരും പഠിക്കാനും ഇതിനെ അനുകരിക്കാനുമുള്ള മനസ്ഥിതി ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത പുതിയ ദൃശ്യവിസ്മയങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.